സോ ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനെ വീട്ടിലിരുന്ന് ആകെ ഭ്രാന്തെടുക്കുകയാണ്. വെറും 3 ദിവസം ആയിട്ടുള്ളൂ ഇപ്പോൾ വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട്. റെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് 3 ദിവസം ആയിട്ടുള്ളൂ. പക്ഷേ ക്വാറന്റൈനിൽ വീട്ടിൽ നിന്നപ്പോൾ പോലും എനിക്ക് ഇത്രയും ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. അതിനുശേഷം ഒന്ന് ആക്റ്റീവായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്തിപ്പം കൊറോണ കഴിഞ്ഞിട്ട് എനിക്ക് വന്നൊരു 4 വർഷത്തോളമായി, ഓൾമോസ്റ്റ് 5 years ആവാറ്. അപ്പോൾ അതിനുശേഷം ഇപ്പം നല്ലൊരു ആക്റ്റീവായിട്ട് നടന്നിട്ട് വീണ്ടും ഇപ്പം വെറും 3 ദിവസം ഞാൻ വീട്ടിൽ ഇരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടാണ് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ. ഓരോ പയ്യന്മാരൊക്കെ ഈ സ്കൂളിലും പഠിക്കാനൊന്നും പോവാതെ എങ്ങനെ ഈ വീട്ടിലിരിക്കുന്നെന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഞാനിപ്പോൾ അതുകൊണ്ട് നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെ ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് കൂടെ. ഞാൻ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അപ്പോൾ അവനോട് കൂട്ടി അങ്ങനെ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ സ്ഥലം ഏതാണെന്ന് എനിക്ക് ഞാൻ കാണിച്ചു തരാം. വെയിറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് ഏകദേശം നമ്മൾ എത്താറായിട്ടുണ്ട്. എനിക്കിവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. മേ ബി ഇവിടെ തിരുനാളാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു തിരക്കൊക്കെ ഞാൻ കാണുന്നുണ്ട്. സമാധാനം കിട്ടുമില്ലേ നമുക്ക് നോക്കാം, അവിടെ പോയിട്ട് ഞാൻ അറിയിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ തേഞ്ഞിരിക്കുകയാണ്. ഞാൻ വിചാരിച്ച പോലത്തെ സമാധാനം ഇവിടെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇവിടെ തിരുനാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ സമാധാനം ഉണ്ടാവത്തില്ല. എങ്കിലും നമുക്ക് അതിനകത്തൊക്കെ ഒന്ന് കയറാം, കുറച്ച് നേരം അവിടെ പോയിരിക്കാം. മിക്കവാറും നല്ല തിരക്കായിരിക്കും. പള്ളിക്കകത്ത് എന്തായാലും പീസ്ഫുൾ ആയിരിക്കും. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞങ്ങളങ്ങനെ ഞാൻ പറഞ്ഞ ഡെസ്റ്റിനേഷനിലെത്തി. ഇതാണ് ഞാൻ പറഞ്ഞ ട്രിവാൻഡ്രത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് പീസ്ഫുൾ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു ചർച്ചാണത്. നമ്മളിവിടെ വെട്ടുകാട് ചർച്ച് എന്ന് പറയും. അപ്പോൾ അവിടെ എഴുതി വെച്ചേക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ മാഡ്രെ ഡി ഡിയോസ് ചർച്ച്. ദാറ്റ് മീൻസ് മദർ ഓഫ് ഗോഡ് എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഒരു സ്പാനിഷ് വേർഡാണത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ അത്ര പീസ്ഫുൾ അല്ല. കാര്യം നമുക്ക് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും, അത്യാവശ്യം നല്ല ക്രൗഡുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു പള്ളിപ്പെരുന്നാൾ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തിരക്കാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രിവാൻഡ്രംകാരുടെ വെട്ടുകാട് പള്ളി എന്ന് പറയും. ഒത്തിരി പേര് ഇവിടെ പുറത്തുനിന്നൊക്കെ വരാറുണ്ട്. എന്തൊക്കെ പറയാൻ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ ഇത്രയും ക്രൗഡും കാര്യങ്ങളും പുറത്തുള്ളപ്പോഴും ഇതിൻ്റെ അകത്ത് ഭയങ്കര പീസ്ഫുള്ളാണ്. നമുക്ക് എപ്പം വന്നു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ടെൻഷനൊക്കെ ആയിട്ട് നമ്മളിവിടെ വന്നിട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര സമാധാനമാണ് ഇതിനകത്ത്. ഞാൻ ഇങ്ങോട്ട് ട്രിവാൻഡ്രം വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്രയോട് അവസാനിപ്പിക്കുകയാണ്. കാര്യം ഞാൻ പുറത്തുനിന്ന് വേറെ അങ്ങനെ ഫുഡൊന്നും ഇപ്പോൾ കഴിക്കാത്തതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ പോയിട്ടായിരിക്കും ആഹാരമൊക്കെ. കുറച്ചു നേരം പറ്റും കടപ്പുറത്ത് തന്നെ നിന്നിട്ട് അങ്ങ് പോവാം. ഇതൊക്കെയാണ് നമുക്കിപ്പോൾ വീട്ടിൽ ചുമ്മാ ഇരിക്കുമ്പോൾ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ. സത്യം പറഞ്ഞാൽ വേറെ ഒന്നുമില്ല.